ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ദാ ഇന്ന് മുറ്റൊക്കെ അടിച്ച് വാരി ക്ലീനാക്കി അടിച്ച് ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിറയെ ചമ്മലായിരുന്നു. അപ്പോൾ ഓള് രാവിലെ തന്നെ നീച്ചെല്ലാം അടിച്ച് വാരിക്കണം. ഇന്ന് ഞാനിവിടെ ഉള്ള കുറച്ച് ചെടികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വേണ്ട, ഈ ഒരു തെച്ചി ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചും ചമ്മലായിരുന്നു കേട്ടോ. എല്ലാം അടിച്ചു വാരിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടിക്കണം. ഇപ്പം ഒന്ന് കുറേ 10 മണി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നു കേട്ടോ. ഒക്കെ പോയി. ഇപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ. അതേപോലെ ചെടി ഇതൊക്കെ പള്ളിക്കണ്ടത്തെ നമ്മളെ ചെടികളാണ് കേട്ടോ. ഒക്കെ അവിടെ കുറച്ച് കൊടുന്ന് വെച്ചിരിക്കണേ. അവിടെ നനക്കാനൊന്നും ആരും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൊടുന്ന് ഇങ്ങനെ വെച്ചതായിരുന്നു. അതിൽ കുറേ പോയിട്ട് ഉണങ്ങി പോയി. ഇവിടെ പിടിക്കാതെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലാകെ ചമ്മലായിരുന്നു. ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തതാണ്. ഈ കെടുക്കണ പോലെ തന്നെയായിരുന്നു ഇവിടെയും കിടന്നിരുന്നത്. പിന്നെ ഈ മെറ്റലിൽ നിന്ന് അടിച്ച് വാരി എടുക്കാനും പറ്റൂല, പെട്ടെന്നൊന്നും കിട്ടൂലല്ലോ. പത്തുമണികളൊക്കെ ഇതാ പൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇഷ്ടംപോലെ പൂവുണ്ട്. നല്ല വെയിലായിക്കണം കേട്ടോ. അവിടെ നിൽക്കാൻ തന്നെ പറ്റണില്ല വെയിലുകൊണ്ട്. പിന്നെ ബാക്കിയുള്ളവർ മുറ്റത്തു നിന്നുള്ള ചമ്മലൊക്കെ എടുത്തിട്ട് നേരം എടുക്കാണ് ഇട്ടിട്ടുള്ളത്. ചിരങ്ങയാണ്. ചിരങ്ങ ഇതുവരെ കായ്ച്ചിട്ടില്ല. 2 ഇതിലായിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അതിലൊന്ന്. പക്ഷെ കായൊന്നും ഉണ്ടായിട്ടില്ല. വളങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. കുറേ കാലമായിട്ട് വലിയ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് ആൾക്കാർ ഇത് അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. ഒരു വള്ളി അങ്ങോട്ടും പോയിട്ടുണ്ട്. വീട്ടിൽ കൽത്തപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്രയ്ക്ക് വലിയ സോഫ്റ്റ്നെസ് ഒന്നുമില്ല, എന്നാലും ടേസ്റ്റുള്ളൊരു കൽത്തപ്പം. പിന്നെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇതാ വേറൊരു കൽത്തപ്പം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ് ഉണ്ട്, പക്ഷെ അതിൽ മധുരമില്ല കേട്ടോ. അങ്ങനെയായിരുന്നു. ഇവിടെ ഉള്ളത് മധുരമുണ്ട്, സോഫ്റ്റ് ഇല്ല. അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കൽത്തപ്പം ഇവിടെ 2 കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇവിടെ ഉണ്ടാക്കിയതും ഒന്നും കൊടുക്കുന്നതും. അപ്പോൾ ഇത് കൽത്തപ്പാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇതിന് സ്കൂളൊക്കെ വിട്ട് വന്നു, ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇനി നമ്മൾ ചോറും കറിയാണ് ഉണ്ടാക്കണത്. ഇന്ന് വേറെ കടികളൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ഉണക്കിയിട്ടുള്ള ഓർക്കാപ്പുളി ഉണക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. മീൻകറി, മാന്തള്, മുളക് കറിയാണ് വെക്കണത്. അപ്പോൾ ഞാൻ കുറച്ച് ഇതിട്ട് കൊടുക്കണം. ഓർക്കാപ്പുളി ഉണക്കിയത് ഇതിലോ അത് നല്ല വെള്ളം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഓർക്കാപ്പുളി ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് കേട്ടോ. അതിന് കൂടെ തന്നെ ഇതിലേക്കുള്ള മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ആദ്യം തന്നെ മീൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓർക്കാപ്പുളി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് അതിൻ്റെ പുളിയൊക്കെ ഇതിലേക്കൊന്ന് ഇറക്കണം കേട്ടോ. അങ്ങനെ ഇറക്കാനൊന്നും വെക്കലില്ല. ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കും, അല്ലെങ്കിൽ പിന്നെ അതിരുന്ന് മീൻക്ക് ഇങ്ങനെ പിടിച്ചോളൂ. അങ്ങനെയൊക്കെയാണ് കേട്ടോ വെക്കലും. പിന്നെ മീൻ മാന്തൾ വെള്ളം വറ്റിച്ചതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കറി ഉണ്ടാക്കുന്നുണ്ട്, പൊരിക്കാതെ വെള്ളം വറ്റിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് മീൻ പൊരിക്കല്ല, നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണേ. അപ്പോൾ മീൻ വെള്ളം വറ്റിക്കാൻ ഇതാ മസാലയും പുളിയും ഒക്കെ ചേർത്തിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കറി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഇവിടെ വെക്കാം. അതിൻ്റെ അടുത്ത് കുറച്ച് വെള്ളം കോരി കൊണ്ടുവരാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുടമൊക്കെ എടുത്തിട്ട് 2 ആൾക്കാർ മുന്നിൽ തന്നെ പോയിക്കണം കേട്ടോ, വെള്ളം കോരാൻ വേണ്ടിയിട്ട്. നമ്മളെ സ്വപ്നലോകത്ത് സ്വപ്ന ചേച്ചി വെള്ളരിനെ പേടിപ്പിക്കണത് കണ്ടിരുന്നു വീഡിയോ കേട്ടോ. വെള്ളരിമ കായ പിടിക്കാതിരിക്കുമ്പോൾ പൂവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വരെ കുറച്ചൊന്ന് പേടിപ്പിക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിമ കായ ഉണ്ടാവണേ ഇല്ല കേട്ടോ. അപ്പോൾ 2-3 ഇലയൊക്കെ ഒന്ന് നുള്ളിയിട്ടിട്ട് പേടിപ്പിക്കാം നമുക്ക്. ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ 2-3 ഇല നുള്ളിയിടട്ടെ കേട്ടോ. പേടി ഉണ്ടാവും നോക്കട്ടെ. അതേ മര്യാദക്ക് ഉണ്ടായിക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇല നുള്ളിയിടും, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പേടിപ്പിച്ചിട്ട് 2-3 ഇലയൊക്കെ നുള്ളിയിട്ടിട്ടുണ്ട്. അയച്ചിനെ
ആ വെള്ളം കോരാൻ പോയതേ പിന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ വന്നിട്ട് വേഗം തന്നെ വെള്ളം കോരി വന്നപ്പോക്കിന് തല അങ്ങനെ താത്താൻ വയ്യട്ടെ. തലേൻ്റെ ഉള്ളിൽ എന്തോ ഒരു കനുള്ള പോലെ തല അങ്ങോട്ട് വേദന ആവുക, പിന്നെ പനിയായിട്ടാണ്. വേഗം തുളസിൻ്റെയും പരിക്കൂർക്കനയിലൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് മരുഭാങ്ക് കൊടുക്കോളം നോക്കിന്ന് മാറി എങ്ങനെയായിട്ട് മാറണം കേട്ടോ. പിന്നെ പനി അങ്ങോട്ട് കൂടി. അപ്പോൾ എനിക്കൊന്നും പനി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മകും പനി എന്നെ കേട്ടോ. അതേപോലെ തന്നെ ഉമ്മാക്കും അതേപോലെ തന്നെ മൂക്കുന്ന് ഇങ്ങനെ വരുമല്ലോ കേട്ടോ. അങ്ങനെ തലവേദന ആവും. അങ്ങനെ ആയിട്ട് നിന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന ഉള്ളത് കിട്ടുക. അങ്ങനെ ഉമ്മാക്ക് സൂചി അടിക്കാനൊക്കെ ഉണ്ട്. ഇന്ന് പനി കൂടിയിട്ട് അങ്ങനെ ഉമ്മാക്ക് സൂചിയൊക്കെ അടിച്ചു. എനിക്ക് മരുന്നൊക്കെ വാങ്ങി. എന്നോട് നല്ല ചൂടുള്ള കഞ്ഞി കുടിക്കാനും പറഞ്ഞു. ഉമ്മാനോട് തണുത്തതൊന്നും തിന്നരുതൊന്നും പറഞ്ഞിട്ടാ. 10 രൂപ പൈനാപ്പിളിന് എത്ര? എന്നാ 2 എടുത്തോ. അതോടല്ലേ മേടിച്ചത് അല്ലേ? മരുന്നടി വരുന്ന വഴിയിൽ റോഡ് സൈഡിൽ പൈനാപ്പിളും എല്ലാതും ഉപ്പിലിട്ട് നേരത്തെ വെച്ച് കണ്ടിട്ടാ. അപ്പോൾ ഉമ്മാക്ക് ഉപ്പിലിട്ട പൈനാപ്പിൾ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് ആകെ 20 രൂപ ചില്ലറട്ടാ. അങ്ങനെ പിന്നെ വണ്ടിക്ക് കൊടുക്കാനുള്ള പൈസ ഉള്ളൂ. 20 രൂപയ്ക്ക് 2 പൈനാപ്പിൾ വാങ്ങിയിട്ട് ഒന്നിന് 10. അങ്ങനെ അത് വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. പിന്നെ ഞാനിവിടെ വന്ന പാടനെ മരുന്നുകൾ ഇൻ്റെത് നോക്കിയിട്ട് ഏതൊക്കെയാണ് കുടിക്കാനുള്ളത് എന്നൊക്കെ നോക്കണ്ടിട്ടാ. വയറ് നിറച്ച് ഗുളികൾ കിട്ടിയിട്ടുണ്ട്. തലയിൽ നീര് കെട്ടണേനും വേദനേൻ്റെയും പനീൻ്റെയും പിന്നെ വേറെ എന്തിനും ഒന്നും ഉണ്ട് കേട്ടോ. എന്തിനാ നിൽക്കാൻ അറിയില്ല. അങ്ങനെ എല്ലാ ഗുളികയും കൂടി വാരിക്കോരി അങ്ങോട്ട് കുടിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ കറി വെക്കണതും ചോറും തൊണതും ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാവർക്കും പിന്നെ ഒന്നും വേണ്ടാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ വേഗം വെള്ളം വറ്റിച്ചേരുന്നില്ല. ഈ വെള്ളം വറ്റിക്കുമ്പോൾ എത്തിയത് തന്നെ പനി ഉള്ള പോലെ തോന്നിയിട്ടാണ് കേട്ടോ. പൊരിക്കാനൊന്നും തോന്നണില്ല. എന്തോ പുളിയുള്ളത് തിന്നാനേന്ന് തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നല്ല പുളിയൊക്കെ ഇട്ടിട്ട് വെള്ളം വറ്റിച്ചിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ചോറുന്നു ഞങ്ങൾ കഞ്ഞി കുടിച്ചു. ഞാനും ഉമ്മയും മീൻ കൂട്ടിയിട്ട് മാന്തൾ വെള്ളം വറ്റിച്ച് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഞ്ഞീൻ്റെ കൂടെ അങ്ങനെ കഴിച്ചത് മന വരുന്നതാണ് കേട്ടോ. അമ്മക്ക് ചുമൻ്റെയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബായ്.